ഇപ്പോൾ സ്വാലിഹ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. സ്വാലി, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് നമ്മൾ ഏറ്റവും അധികം കേട്ട ചോദ്യങ്ങളിലൊന്ന് മലപ്പുറം മാറുമോ എന്നതായിരുന്നു. ഏതായാലും ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. മലപ്പുറം ബൂത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ ബൂത്തുകളിൽ, എന്താണ് പറയാൻ പറ്റുന്നത്? മനു, രാവിലെ മുതൽ 7 മണി മുതൽ തന്നെ വലിയ തിരക്ക് മലപ്പുറത്തെ എല്ലാ പോളിംഗ് ബൂത്തുകളിലുമുണ്ട്. ഏതാണ്ട് 17 ലക്ഷത്തോളം പേരാണ് മലപ്പുറം ജില്ലയിൽ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തേണ്ടത്. ഇന്ന് മറ്റൊരു കാര്യം, ഇന്ന് വെള്ളിയാഴ്ച കൂടിയാണ്. ഏതാണ്ട് 12 മണിയോടെ പലരും പള്ളികളിലും മറ്റുമൊക്കെ പോവേണ്ടതാണ്. അതുകൊണ്ട് രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങാനുള്ള ഒരു ശ്രമം വോട്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ട്. അതാണ് രാവിലെ മുതൽ വലിയ തിരക്ക് കാണാനുള്ള ഒരു കാരണം. മറ്റൊരു പ്രധാന കാര്യം, ഏതാണ്ട് 6 ഇടങ്ങളിൽ നിലവിൽ പോളിംഗ് മെഷീൻ തകരാറിലായിട്ടുണ്ട്. വാഴക്കാട് പഞ്ചായത്തിലെ വെട്ടത്തൂർ ബൂത്തിൽ 44-ാം നമ്പർ ബൂത്തിൽ മെഷീൻ തകരാറിലായിട്ടുണ്ട്. 7:30-ക്ക് ശേഷം ഏതാണ്ട് അരമണിക്കൂറാണ് ഇവിടെ വോട്ട് വൈകിയത്. അതേസമയം മലപ്പുറം മണ്ഡലത്തിലെ തന്നെ 41-ാം നമ്പർ ബൂത്ത് AMLP സ്കൂൾ ചെറുപ്പത്തൂരിൽ പോളിംഗ് നിർത്തിവച്ചിരിക്കുകയാണ്. വോട്ട് ചെയ്യുമ്പോഴുള്ള ലൈറ്റ് പ്രകാശിക്കുന്നില്ല എന്നാണ് തകരാറായി പറയുന്നത്. മലപ്പുറം MSPയിൽ 114, 115 ബൂത്തുകളും യന്ത്രത്തകരാറിനെ തുടർന്ന് പോളിംഗ് ഇപ്പോൾ വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ മലപ്പുറം വള്ളിക്കുന്ന് നവജീവൻ ALP സ്കൂളിലെ 108-ാം നമ്പർ ബൂത്തിലും വോട്ടിംഗ് യന്ത്രം തകരാറിലായിട്ടുണ്ട്. ഇങ്ങനെ പലയിടത്തും പോളിംഗ് വൈകിയ സാഹചര്യം മലപ്പുറത്ത് ഇപ്പോഴുണ്ട്. ഇത് വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ ജില്ലാ കളക്ടർ പങ്കുവച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ പ്രമുഖരായ നേതാക്കൾ, UDF-ൻ്റെയും ഒക്കെ നേതാക്കൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. പാണക്കാട് CKMMLP സ്കൂളിലാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒപ്പം PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തിയത്. LDF സ്ഥാനാർത്ഥികൾ ഹംസ പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി തൊഴുപ്പാടം സ്കൂളിലാണ്, അംഗനവാടിയിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര നിയോജക മണ്ഡലത്തിൽ വരുന്ന സ്ഥലമാണ്. വസീഫ് കൊടിയത്തൂരിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, മലപ്പുറം LDF സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ മുതൽ നമുക്ക് ഈ വരികളൊക്കെ കാണാം. ഇപ്പോഴുള്ളത് ഞാൻ നിൽക്കുന്ന സെൻറ്റ് ജമാസ് സ്കൂളിലാണ്, മലപ്പുറം നഗരത്തിലാണ്. സാധാരണ രീതിയിൽ രാവിലെ വലിയ തിരക്കൊന്നും കാണാത്തൊരു സ്കൂളാണ്. പക്ഷേ ഇവിടെയുള്ള 3 ബൂത്തുകളിലും നീണ്ട നിര, ഏതാണ്ട് ഒരു 50ഓളം പേർ വരി നിൽക്കുന്ന സാഹചര്യം ഓരോ ബൂത്തിലുമുണ്ട്. പ്രധാനമായും ഇന്ന് വെള്ളിയാഴ്ചയാണ്. നേരത്തെ നമുക്കറിയാം സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ വെള്ളിയാഴ്ച വോട്ടിംഗ് ഈ നമസ്കാരത്തെ ബാധിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതൊക്കെ ആവാം രാവിലെ വലിയ തിരക്ക് നമുക്ക് ബൂത്തുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. മനു, റൈറ്റ്, ശരി. ഇപ്പോൾ സ്വാലിഹാണ് മലപ്പുറത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.